അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സൂറത്തുൽ ഹുമസയുടെ ഏതാനും വചനങ്ങളായിരുന്നു. സ്വഭാവ ശുദ്ധിയുടെയും ധാർമ്മികമായ സമ്പാദ്യശീലത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് സൂറ ഇസ്രാഈലിലെ 23-24 അധ്യായങ്ങളാണ് നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്. ഖുർആനിലേക്ക് സൂറ ഇസ്രാഈലിലെ ഈ വചനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. സദഖല്ലാഹുൽ അലിയിൽ അളീം. പടച്ച തമ്പുരാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ഈ വചനങ്ങളിലുള്ളത്. വഖളാ റബ്ബുക, ദൈവം വിധിച്ചു, കൽപ്പിച്ചു. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. അള്ളാഹു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു തെറ്റിദ്ധാരണ, ഇത് ഏതെങ്കിലും ഒരു അറബി ദൈവം, അറബി ഗോത്രത്തിൻ്റെ ഒരു ദൈവത്തെക്കുറിച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് എന്ന്. അള്ളാഹു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഈശ്വരൻ, ജഗതീശ്വരൻ, പ്രപഞ്ച സൃഷ്ടാവ്, സർവശക്തൻ എന്നൊക്കെ പറയുന്ന പരാശക്തിയുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാക്ഷാൽ ദൈവത്തെ മാത്രമേ നിങ്ങൾ വണങ്ങാവൂ, ആരാധിക്കാവൂ, പ്രാർത്ഥിക്കാവൂ എന്നാണ് പറയുന്നത്. ദർഗകളിൽ, ബിംബങ്ങളിൽ ഒക്കെ മനുഷ്യരെ, മരിച്ചുപോയവരെ, പ്രതിമകളെ ആരാധിക്കുന്നത് വിശുദ്ധ ഖുർആൻ വിലക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ മാത്രം ആരാധിക്കുക, ആൾ ദൈവങ്ങളെയും ആശ്രമങ്ങളെയും ഒക്കെ ഒഴിവാക്കി മനുഷ്യനെ ആശ്രയിക്കുന്ന, ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ പ്രാർത്ഥനാബിംബമായി കാണുന്ന രീതിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണമെന്നാണ് ഖുർആൻ്റെ കൽപ്പന. അതോടൊപ്പം അടുത്തതായിട്ട് പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, നന്ദി കാണിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധേയമാണ് പ്രാർത്ഥന. ദൈവത്തെ പ്രാർത്ഥിക്കുക എന്നതോടൊപ്പം ചേർത്ത് വെക്കുന്നതാണ് മാതാപിതാക്കളെ അനുസരിക്കുക. അപ്പോൾ രണ്ടും വളരെ പ്രാധാന്യത്തോടെ കൂട്ടി വച്ചിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അനിഷ്കുറുലി വലിവാലിദൈ, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യുക, മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു ആശയമാണ് ഖുർആൻ നമ്മോട് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, പ്രവാചകൻ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ്, ദൈവത്തിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അങ്ങനെ വരുമ്പോൾ എത്ര പ്രാധാന്യമുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രവാചകൻ്റെ അനുയായി ഒരിക്കൽ നബിയോട് ചോദിച്ചു, ഏറ്റവും ജീവിതത്തിൽ കടമ കാണിക്കേണ്ടത് ആരോടാണ്? അപ്പം നബി പറഞ്ഞു, ഉമ്മുക്ക. അപ്പോൾ രണ്ടാമത് ചോദിച്ചു, പിന്നെ ആരാണ്? രണ്ടാമതും പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ മാതാവാണ്. മൂന്നാമതും ചോദിച്ചപ്പോഴും പറഞ്ഞത് ഉമ്മുക്ക, നിൻ്റെ മാതാവാണ്. നാലാമത് മാത്രമാണ് പിതാവിനെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പിതാവ് അപ്രസക്തനാണെന്നല്ല, മാതാവിന് കുറച്ചുകൂടി, 1 വർഷത്തോളം ഗർഭം ചുമക്കുന്നു, 2 വർഷത്തോളം മുലയൂട്ടുന്നു, ഒരു കുമാരനാകുന്നവരെ, ബാലനാകുന്നവരെ പൂർണ്ണമായിട്ടും
ശൈശവദശയിൽ നിന്ന് ബാല്യത്തിലേക്ക് കടക്കുന്നത് വരെ പൂർണ്ണമായിട്ടും മാതാവിൻ്റെ നിയന്ത്രണത്തിലാണ് സത്യത്തിൽ. അങ്ങനെ പരിചരിക്കുന്ന മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കൊണ്ടാണ് മാതാവ് എന്ന് പറഞ്ഞത്. അതോടൊപ്പം പിതാവ്. ഖുർആൻ്റെ വളരെ പ്രത്യേകമായ നിർദ്ദേശം, എപ്പോഴാണ് മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കേണ്ടത്, അവർക്ക് നന്ദി കാണിക്കേണ്ടത്, അവരോട് നല്ല രീതിയിൽ വർത്തിക്കേണ്ടത്? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ, നിങ്ങളുടെ അടുത്ത് അവർ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ആശ്രിതരായി വരുന്ന ഒരു ഘട്ടമുണ്ടാകും. ഒന്നിക്കിൽ മാതാവ് മാത്രം, അല്ലെങ്കിൽ പിതാവ് മാത്രം, അല്ലെങ്കിൽ രണ്ടുപേരും. അങ്ങനെ വരുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ അവർക്ക് നന്മ ചെയ്യേണ്ടത്, അവരോട് കാരുണ്യം കാണിക്കേണ്ടത്. തുടർന്ന് പറയുന്നു, ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് ഛേ എന്ന വാക്ക് പോലും പറയരുത്. നമ്മളെപ്പോഴും പുച്ഛത്തോടെ ദേഷ്യം പിടിച്ചിട്ട് ഛേ എന്ന് മലയാളീകരിച്ചാൽ ഛേ എന്നാണ് ആ വാക്കിനെ പറയുക. ഉഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഉഫ് എന്ന് പറയുന്ന വാക്കിന് പകരം. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ അവരെ ആശ്രയിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പം നമുക്ക് മാതാപിതാക്കൾ കൂടിയേ തീരും. നമ്മുടെ ഭക്ഷണത്തിന്, നമ്മുടെ വസ്ത്രത്തിന്, നമ്മുടെ പഠനത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ജോലിക്ക്, നമ്മുടെ എല്ലാ കാര്യത്തിനും അവരെ ആശ്രയിക്കുന്നത് കൊണ്ട് അവരെ നമുക്ക് കിട്ടിയേ തീരൂ. പക്ഷേ അവർ കരിമ്പിൻ ചണ്ടികളെപ്പോലെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്. കറിവേപ്പിലകൾ പോലെ വലിച്ചെറിയപ്പെടുന്ന ഒരു കാലമുണ്ട്. പരമാവധി അവരെ ഉപയോഗിക്കുക മക്കളുടെ പഠനം, പേരക്കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ ഒക്കെയാണ് പിന്നീട് അവരാവശ്യമായിട്ട് വരിക. ചിലപ്പോഴൊക്കെ പ്രവാസികൾ ഈ ഭാര്യയൊക്കെ കൂട്ടിയിട്ട് ഹാപ്പി ആയിട്ട് ടൂറൊക്കെ പോകും. പക്ഷേ അമ്മയെ, മാതാവിനെ, ഉമ്മാനെ കൊണ്ടുപോകേണ്ട ഒരു സമയം എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഭാര്യ പ്രസവിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ഉമ്മയുടെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ കേവലം ഒരു സ്വാർത്ഥതയുടെ ലാഭത്തിൻ്റെ മാത്രം കണ്ണോടുകൂടി മാതാപിതാക്കളെ നോക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയല്ല. ആ സമയത്ത് നിങ്ങൾ അവരുടെ നല്ല സമയത്ത് നിങ്ങൾ നന്മ ചെയ്യും, അനുസരിക്കും എന്നെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെ കൊണ്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്തൊരു ഏറ്റവും വലിയ ചിന്താ വിഷയം തന്നെ സമൂഹത്തിൽ പ്രായമായവരെ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ്, അവരെങ്ങനെ തുരത്തും എന്നുള്ളതാണ്. കാരണം ആയുർദൈർഘ്യം കൂടുകയാണ്. 60 വയസ്സ് കഴിഞ്ഞവർ തന്നെ മുമ്പത്തേക്കാളും 80, 90 ഇപ്പോൾ വളരെ സജീവമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം മക്കളൊക്കെ വിദേശത്താണ്, തിരക്കിലാണ്, പഠനത്തിലാണ്, ജോലിയിലാണ്. അപ്പം അവരെ ഒഴിവാക്കാനും പറ്റില്ല, ഒഴിവാക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ള രീതിയിൽ ആത്മാർത്ഥതയില്ലാതെ എന്നാൽ നീ നോക്കൂ എന്ന് പറഞ്ഞിട്ട് മക്കൾ മത്സരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വലാ തഖുൽ ലഹുമാ ഉഫ്. ഇത്തരം ഘട്ടത്തിൽ അവർ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം അവർക്കിനി ഒന്നും ചെയ്യാനില്ല. അവർ പറഞ്ഞത് കേൾക്കില്ല, ചെവി കേൾക്കാത്തൊരു സമയം, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സമയം, അവരുടെ നാവ് കുഴയുന്നൊരു സമയം. അത്തരം സമയത്തിലാണ് നമ്മൾ ശരിക്കും മക്കൾ അവരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം കാണിക്കേണ്ടത്. അവരുടെ അടുത്തൊന്നും തിരിച്ചു കിട്ടൂല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ നമുക്ക് വലിയ ജീവിതം, മഹത്തായ അനുഗ്രഹീതമായൊരു ജീവിതം, അതിൻ്റെ മനോഹരമായ സുഖാസ്വാദനങ്ങൾ അതെല്ലാം അനുഭവിക്കുന്നതിന് നിമിത്തമായവരാണവർ. അതുകൊണ്ട് വലാ തൻഹർഹുമ, അവരോട് കയർത്ത് സംസാരിക്കരുത്. പലപ്പോഴും നമ്മൾ വലിയ പണ്ഡിതന്മാരാണ്, വലിയ സംസ്കാര സമ്പന്നരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളുള്ളവരാണ്. പക്ഷേ വേലക്കാരിയേക്കാളും മോശമായ രീതിയിൽ ആജ്ഞാപിക്കുകയും കോപം കാണിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത് എല്ലാ കുടുംബത്തിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പൊതുവെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് മാന്യമായ രീതിയിലേ നിങ്ങൾ സംസാരിക്കാവൂ. അതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ മാന്യത എന്ന് പറഞ്ഞാൽ ഒരു അടിമ യജമാനനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ പേടിച്ചിട്ട് പറയല്ലോ, വളരെ വിനയത്തോടെ ശബ്ദം താഴ്ത്തിയിട്ട് അങ്ങനെ സംസാരിക്കണമെന്നാണ്. കയർത്തിട്ട് പേടിപ്പിച്ച് നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെ എന്തൊക്കെ ചെയ്താൽ അതിന് മുതലും പലിശയും ചേർത്തിട്ട് തിരിച്ചു കൊടുക്കുന്ന രീതിയിലല്ല ചെയ്യേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്ന് നമ്മുടെ മാതാപിതാക്കളെ കാണാൻ പോലും സമയമില്ല. സത്യത്തിൽ നമ്മളൊക്കെ നന്ദി കെട്ടവരാണ്. സ്വന്തം മക്കൾക്ക് സ്കൂൾ ലീവുള്ള സമയത്ത്, അല്ലെങ്കിൽ മാതാവ് താമസിക്കുന്ന സ്ഥലത്ത് തറവാട്ടിൽ അടുത്തൊരു കല്യാണം വന്നാൽ എന്നാൽ പിന്നെ ഒന്ന് അമ്മൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്തൊന്ന് പോയി കളയാം,
എന്നൊരു മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, വീടെടുത്ത് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കാൻ ഒരു പരിചാരികയാക്കുന്നു, ഡ്രൈവറെ ആക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, പിന്നെ എന്താ നിങ്ങൾക്ക് കുറവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആത്യന്തികമായി അതിലപ്പുറം അവരുടെ സ്നേഹ സാമീപ്യമാണ് ഓരോ മാതാപിതാക്കളും കൊതിക്കുക. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് കുറച്ച് നേരം ഭക്ഷണം കഴിച്ച് അവർ പഴയ ചെറുപ്പകാലത്ത് നമ്മളെ വഴക്ക് പറഞ്ഞതുപോലെ അവരിൽ നിന്ന് പ്രായമുള്ള സമയത്തും കേട്ടുകൊണ്ട്, ചിലപ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കുന്നുണ്ടാവില്ല, എന്നാലും ഉറക്കെ പറഞ്ഞുകൊണ്ട് അവരെ ക്ഷമയോടെ കേട്ടുകൊണ്ട് അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ, അതല്ലേ നന്മ. അതിലും വലിയ പ്രാർത്ഥന എന്താണ്? അതിലും വലിയ ആരാധന എന്താണ്? പക്ഷെ ആർക്കാണ് അതിന് സാധിക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് വകുല്ലഹുമാ ഖൗലൻ കരീമ. പടച്ചവൻ നിർത്തിയില്ല, കുറച്ചുകൂടി കടന്നു പറയുകയാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. കരുണയുടെ, കരുതലിൻ്റെ, സാന്ത്വനത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. എത്ര മനോഹരമായ പ്രയോഗമാണത്. ആർക്ക് കഴിയുന്നു? എത്രത്തോളം കഴിയുന്നു? ജീവിതത്തിൻ്റെ അനിവാര്യമായ സാഹചര്യത്തിൽ മരണാനന്തര ചടങ്ങുകൾ പോലും എത്തിപ്പെടാനാവാതെ അവസാനം വീഡിയോയിൽ കണ്ട് സായുജ്യമടയുന്ന മക്കളുള്ള കാലമാണ്. എത്രയും പെട്ടെന്ന് വൃദ്ധസദനത്തിലേക്ക് എങ്ങനെ തള്ളും എന്ന് ചിന്തിക്കുന്ന കാലമാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു കഥ എല്ലാവർക്കും അറിയാം. രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അമ്മയെ പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. തിരക്കുകൾക്കിടയിൽ അമ്മ പറയും, എനിക്കൊന്ന് മോനെ കാണണം, നീ ഒന്ന് വരണം. ദൂതന്മാർ വഴി പറഞ്ഞയക്കും. ഞാനെല്ലാം വെട്ടിപ്പിടിച്ച് ലോകം മൊത്തം കീഴടക്കി ജേതാവായി അമ്മയുടെ അടുത്ത് ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അമ്മക്ക് വിഷമകരമായ സാഹചര്യമുണ്ടാക്കി. ഓടി ഓടി തളർന്ന് രോഗിയായപ്പോൾ ഡോക്ടർ അവസാനം വിധിച്ചു, പ്രിയപ്പെട്ട ചക്രവർത്തി, താങ്കൾ മരിക്കാൻ പോവുകയാണ്. ഡോക്ടറോട് പറഞ്ഞത്, എനിക്കിനി ഒരു ആഗ്രഹവും ഇല്ല, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. പലപ്പോഴും എൻ്റെ അമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, ഇനി സമയമില്ല, താങ്കളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അവസാനമായി അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ വസിയത്ത്, എനിക്ക് ഒരു കാര്യമേ ഉണർത്താനുള്ളൂ. മരിച്ചു കഴിഞ്ഞ് എന്നെ ശവമഞ്ചത്തിൽ കൊണ്ടുപോകുമ്പോൾ 2 കൈയും തുറന്ന് പുറത്തിട്ടിട്ട് കൊണ്ടുപോകണം. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടും ഈ ചക്രവർത്തി, ഈ അലക്സാണ്ടർ ചക്രവർത്തി വെറും കൈയോടെയാണ് തിരിച്ചു പോകുന്നത് എന്ന് ലോകം മുഴുവനും അറിയണം. ഇതാണ് സമൂഹമേ, ലോകമേ, നമ്മുടെ കാര്യം. സ്വന്തം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാനാവാതെ, വന്ന വഴി മറന്നുകൊണ്ട്, മാതാപിതാക്കളോട് നന്ദി കേട് കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ വലിച്ചെറിയുന്ന, അവരോട് ക്രൂരത കാണിക്കുന്ന, എന്തിനധികം സ്വന്തം ജന്മം നൽകിയ മാതാവിനെ വെട്ടിക്കൊല്ലാൻ വരെ മടിയില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് തണലാവുന്ന, അവർക്ക് സമാധാനം ലഭിക്കുന്ന, അവർക്ക് സുരക്ഷയൊരുക്കുന്ന, അവരുടെ പ്രീതി ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ പടച്ച തമ്പുരാൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഖുർആനിലെ അധ്യാപനവുമായി വീണ്ടും കാണുന്നതുവരെ മഅസ്സലാം.